നമസ്കാരം. ഡിഫറെൻറ്റ് മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അജിൻചു. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സോഷ്യൽ മീഡിയ വൈറൽ താരമായ രേഷ്മ പ്രസാദാണ്. ഹായ് ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ. ചേച്ചിയുടെ ഈ പ്രസാദ് ആരാണ്? അച്ഛനായിരിക്കും. കല്യാണം കഴിഞ്ഞതാണ്? കല്യാണം കഴിഞ്ഞു. കുട്ടികൾ? ഒരാളുണ്ട്. ഓക്കെ. ചേച്ചി മുടി ഒറിജിനലാണ്? എല്ലാവരും ചോദിക്കാറുണ്ട് എക്സ്റ്റൻഷൻ ആണോ എന്നൊക്കെ. പിന്നെ ചേച്ചി എങ്ങനെയാണ് ഫീൽഡിലേക്ക് ഇറങ്ങിയത്? റീൽസ് അങ്ങനെയൊക്കെയുള്ള? ഞാൻ ഈ ഫീൽഡൊന്നും അല്ലായിരുന്നു എൻ്റേത്. ഞാൻ സെയിൽസ് ഗേളായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. മാരീഡ് ആയി കഴിഞ്ഞു, കുട്ടിയൊക്കെ ആയി കഴിഞ്ഞിട്ട് കൊച്ചിയിലായിരുന്നു സെയിൽസ് ഗേളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇടയ്ക്ക് എനിക്ക് 2022 ഒരു ആക്സിഡൻറ്റ് പറ്റി. അപ്പോൾ ഞങ്ങൾ കൊച്ചിയിലാണ് താമസം ഫാമിലിയായിട്ട്. അപ്പോൾ ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞ് എനിക്ക് ജോലിക്ക് പോകാൻ വയ്യാതായി. ഹിപ്പിൻ്റെ എല്ലിന് പൊട്ടലായിട്ട് 6 മാസത്തോളം ഞാൻ കിടപ്പായിരുന്നു. 3 കിലോ വീട്ടിട്ട് കിടപ്പായിരുന്നു. അപ്പം പിന്നെ നിന്നുള്ള ജോബ് പറ്റില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ എറണാകുളത്തോട് ഷിഫ്റ്റ് ചെയ്ത്. എൻ്റെ നാട് ആലപ്പുഴയിലാണ്. ഞങ്ങൾ വീണ്ടും ആലപ്പുഴയ്ക്ക് താമസത്തിന് വന്ന് ഇങ്ങനെ ഇടയ്ക്കൊക്കെ റീൽസ് ചെയ്യും. നേരത്തെ മുതൽ റീൽസ് ഉണ്ടായിരുന്നു. 2021 മുതൽ ഇൻസ്റ്റാഗ്രാമൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന ആളാണ്. ഫേസ്ബുക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ റീൽസ് ഒന്നും ഇടാറില്ല. പിന്നെ ഇടുമായിരുന്നു മാക്സിമം. ഇപ്പോഴത്തെ കുലസ്ത്രീ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നോർമലി പക്ഷെ മാന്യമായിട്ട്, നല്ല വൾഗറല്ലാതെ, മോശമായിട്ടൊന്നും ഡ്രസ്സ് ധരിക്കാതെ നല്ല രീതിയിൽ തന്നെ ഒരു ഇത്ര പോഷനെ കാണത്തുള്ളൂ നമ്മൾ റീൽസ് ഇടുമായിരുന്നു. പക്ഷെ അന്നൊന്നും ഒരു മനുഷ്യർക്കും റീൽസ് കാണണ്ട, കമന്റ് ഇടണ്ട, ലൈക്ക് ഇടണ്ട, ആരും വ്യൂസ് പോലും ഇല്ല. അപ്പം അങ്ങനെയൊക്കെ ഇട്ട് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം ഞാനിങ്ങനെ 2025 അവിടെയാണ് ഇതിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് ഞാനൊരു റീൽസ് ഇട്ട്, അത് സാരി ഉടുത്തിട്ടായിരുന്നു. അത് റീൽസ് ഇട്ടപ്പോഴത്തേക്കിന് ആ റീൽസിൻ്റെ അത് ജസ്റ്റ് ഒന്ന് നേവല് കണ്ട്. സാധാരണ എൻ്റെ ഒരു റീൽസിന് മാക്സിമം ഒരു 10 150 ലൈക്ക്, ഒരു വ്യൂസ് വന്നു കഴിഞ്ഞാൽ 10 500 600 വ്യൂസ്, അതിനപ്പുറം ഇല്ല. ഒരു 10,500 ഫോളോവേഴ്സ് ഇത്രയും ഉള്ളായിരുന്നു 21 മുതലുള്ളത്. അന്നൊരു റീൽസ് ഇട്ട് ചെറുതായിട്ട് നേവല് കണ്ട്, അത് 2 ദിവസം കൊണ്ട് 2.5 ലക്ഷം വ്യൂ കയറി. അപ്പം എന്തുകൊണ്ടാണ് അവിടെ വ്യൂ കയറിയത്? ഈ ജനങ്ങൾ എന്ന് പറയുന്ന ആളുകൾ, ശരിയാണ്, എന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കാണും, ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കാണും, ചീത്ത പറയുന്നവരൊക്കെ കാണും. പക്ഷേ എങ്കിലും ഈ ജനങ്ങൾക്ക് കാണേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിൻ്റെ ശരീരം കാണാൻ ആഗ്രഹിച്ചതിനാണ് പകുതി ഒട്ടുമിക്ക ആൾക്കാരും ഇതിൻ്റെ അത് കാണാൻ വരുന്നത്. പിന്നെ ഇപ്പോൾ എക്സ്പോസ് ചെയ്യുന്നത് കാണാനുള്ളത് കൊണ്ടല്ലേ എക്സ്പോസ് ചെയ്യുന്നത്. പക്ഷെ കാണാൻ ആളുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോഴും ഓരോ ഫീൽഡ്, ഇപ്പം ഫിലിം ഫീൽഡിലാണേലും ഫിലിം എന്തുകൊണ്ടാണ് ഇറങ്ങുന്നത്? ജനങ്ങൾ കാണാൻ അവിടെ ഓക്കെയാണ് അല്ലേ? ഏത് തരം മൂവി വന്നാലും കാണാൻ ആളുകളുണ്ട് എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് ആ ഇൻഡസ്ട്രി വളർന്നു വരുന്നത് അല്ലേ? അതേപോലെ തന്നെയാണ് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഇടയ്ക്ക് ഒരു ചേച്ചിയുടെ ഒരു വീഡിയോയുടെ കമന്റ് കണ്ടായിരുന്നു. എന്താ അത്, ജീവിച്ച് കാണിച്ച് ജീവിക്കുന്നു, അങ്ങനെ പറഞ്ഞൊരു കമന്റ് വന്നിട്ടുണ്ട്. അങ്ങനത്തെ കമന്റുകൾ വരാറുണ്ട്. നെഗറ്റീവ് വരാറുണ്ട്, പോസിറ്റീവ് വരാറുണ്ട്. കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ നെഗറ്റീവായിട്ട് കൂടുതൽ വരുന്നുണ്ട്. പക്ഷെ ഫേസ്ബുക്ക് മൊത്തം നോക്കി കഴിഞ്ഞാൽ നമ്മളെ ചീത്ത പറയുന്നത്, ഈ പറയുന്ന ആളുകളുടെ വിചാരം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ചിലവിന്മേൽ അവരുടെ വീട്ടിൽ കഴിഞ്ഞ് ആ ഒരു രീതിയിലാണ് ആളുകൾ പറയുന്നത്. പക്ഷെ ഈ കമന്റ്, ബാഡ് കമന്റ് ഇടുന്നവർ, എൻ്റെ വീഡിയോ വന്ന് ലൈക്ക് ചെയ്തിട്ട് പോകുന്നവരാ ഈ കമന്റ് ഇടുന്നത്. അതായത് പകൽ വെളിച്ചത്തിൽ മാന്യന്മാരും അല്ലാത്തപ്പോൾ അല്ലാതുള്ള ആൾക്കാരും ആ രീതിയിലാണ്. പക്ഷെ ഇപ്പം ഞാനൊരു വ്യക്തി, ഇപ്പം ഞാൻ എക്സ്പോസ് ചെയ്താണ് റീൽസ് ഇടുന്നത് എന്നും പറഞ്ഞിട്ട് ഞാനിപ്പോൾ എക്സ്പോസ് ചെയ്യാതെ റീൽസ് ഇട്ടെന്നും പറഞ്ഞ് ഇത് ഈ ഒരു സംഭവം ഇവിടെ വെച്ച് നിൽക്കുന്നില്ലല്ലോ. ഞാനിപ്പം പോയി കഴിഞ്ഞാൽ അടുത്ത ആൾ വന്ന് എൻട്രി ആകുവാണ് അല്ലേ? ഇപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ, ഞാൻ രേഷ്മ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരാൾ പോയി കഴിഞ്ഞാൽ അടുത്ത രേഷ്മ അവിടെ വരും. എവിടെയെങ്കിലും ഇപ്പോൾ ഓൾറെഡി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി എല്ലാവരും ചെയ്തു വരുന്നു. ഇപ്പം ഞാൻ ചെയ്യുന്നതിന് ഇപ്പം കുറ്റം പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ പറയുന്നവർ പറഞ്ഞോട്ടെ. നമ്മളിപ്പം ഈ പറയുന്ന ആളുകളൊന്നുമല്ല നമുക്ക് കൊണ്ടുവന്ന് ഒരു നേരത്തെ വെള്ളമോ ആഹാരമോ കൊണ്ട് തരുന്നത്. പിന്നെ അവർക്ക് പറയാനല്ലേ പറ്റും. പിന്നെ ഒട്ടുമിക്കവരും സ്ത്രീകളുണ്ട് അതിൻ്റെ അകത്ത്. ഈ സ്ത്രീകൾ പറയുന്നത് വെച്ചാൽ ഒന്നെങ്കിൽ ഇവർക്ക് ചിലപ്പം അതിനുള്ള സാഹചര്യം കാണത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അതായിരിക്കും. എപ്പോഴും പെണ്ണിന് ശത്രു പെണ്ണാണ്. പെണ്ണിന് ചിലപ്പം ഞാനിപ്പോൾ റീൽസ് ചെയ്യുന്നവർക്ക് അവർക്ക് ചിലപ്പം മൈൻഡിൽ ആഗ്രഹം കാണുമായിരിക്കും. പക്ഷെ ചിലപ്പോൾ അവരുടെ ഫാമിലിയോ അല്ലെങ്കിൽ അവരുടെ കൂടെ ഉള്ളവരോ ചിലപ്പോൾ അതിന് സപ്പോർട്ടല്ലായിരിക്കും. അവർക്ക് ചിലപ്പോൾ അതിനായിട്ട് ഇറങ്ങിത്തിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർ വന്ന് നമ്മുടെ അവിടെ വന്ന് കമൻറ്റ് വന്ന് ചോദിക്കാൻ പറ്റും. നമ്മളെ ചീത്ത പറയുന്നു, അല്ലെങ്കിൽ നിനക്ക് ചോദിക്കാൻ പറയുന്ന കാര്യമില്ല, ഇതെന്താ കാണിക്കുന്നത്, അങ്ങനെ ഇങ്ങനെ. അവർക്ക് ചിലപ്പോൾ ആഗ്രഹം കാണും. മനസ്സിലായോ? അങ്ങനെയുള്ളവരുണ്ട്, പറ്റാത്തവരുണ്ട്. പിന്നെ ചിലർക്ക് കാണുന്നവർക്ക് പച്ചാൾക്ക് തന്നെയാണ് ചൊറിച്ചിൽ പിടിച്ച ആൾക്കാരാണ്. കാണുമ്പോൾ ഒരു ചെറിയ, ഇപ്പം ഞാൻ കാണുന്നുണ്ട് പല റീൽസും പലരുടെയും കാണാറുണ്ട്. അതിപ്പോൾ എക്സ്പോസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അല്ലാത്തതുണ്ട്. പക്ഷേ എങ്കിലും ആരുടെയാണെങ്കിലും റീൽസ് ഞാൻ കണ്ടിട്ട് പോകാറേ ഉള്ളൂ. ഞാൻ ആർക്കും കൊണ്ടുപോയി കമൻറ്റ് ബാഡാണെങ്കിലും നല്ലതാണെങ്കിലും ഇടാറില്ല. പിന്നെ ചില റീൽസൊക്കെ കാണുമ്പം ഇഷ്ടപ്പെടുന്നതൊക്കെയാണ് നമ്മൾ ലൈക്ക് കൊടുക്കാറുണ്ട്, ചിലപ്പോൾ ഒരു കമൻറ്റ് കൊടുക്കും, ഹാർട്ടൊക്കെ കൊടുക്കും. അല്ലാണ്ട് ഞാൻ ആരെയും മോശവും നല്ലതൊന്നും പറയാൻ പോകുന്നില്ല. കാരണം അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ. ഇപ്പം ജനങ്ങൾ കാണുന്നു
ഇവരോർക്കും നമുക്ക് ഫാമിലി, നമുക്ക് നമ്മുടേതായ വ്യക്തിപരമായിട്ടുള്ള ചിന്താഗതിയും അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ടില്ലേ. നമ്മൾ മറ്റുള്ളവരുടെ അത് കൈ കടത്താൻ പോകുന്നില്ല. ഞാനിപ്പോൾ ആരെയും ഒന്നും പറയാൻ പോകുന്നില്ല. പിന്നെ എന്നെ പറയുന്നവർ അത് അവരുടെ ഒരു രീതി, അവരുടെ സംസ്കാരം അവർ കാണിക്കും അത്ര. അതേപോലെ തന്നെ അന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ദാസേട്ടൻ കോഴിക്കോടായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ചില ഷോർട്സിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? പുള്ളിക്കാരനായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷൂട്ടിന് പോയതാണ്. എനിക്ക് പുള്ളിക്കാരനെ ഡയറക്റ്റ് അറിയത്തില്ല. അത് പറയണമെങ്കിൽ പിന്നെ ശ്രീലക്ഷ്മി ആരാണെന്ന് പറയണം. ശ്രീലക്ഷ്മിയെ പരിചയപ്പെട്ടതിലൂടെയാണ് ദാസേട്ടനെ ഞാൻ പരിചയപ്പെട്ടത്. അവളിലൂടെ ഒരു 1.5 ആഴ്ചത്തെ പരിചയത്തിന് പുറത്ത് ശ്രീലക്ഷ്മി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. 1.5 മാസത്തോളം എൻ്റെ വീട്ടിൽ വന്ന് നിന്നതാണ്. എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കൂടെ ഒരു ബെഡിൽ കിടന്നിറങ്ങിയവളാ. ഇപ്പം അവൾക്ക് ചിലപ്പോൾ എന്നെ അറിയത്തില്ലായിരിക്കും. നമുക്ക് കുഴപ്പമില്ല, അതിൻ്റെ അകത്തൊന്നും വിരോധമില്ല. നമ്മളാരും കണ്ടിട്ടല്ലേ ജീവിക്കുന്നത്. എങ്കിൽ പോലും അവളിലൂടെയാണ്, അവളുടെ കോണ്ടാക്ട് വഴിയാണ് ഞാൻ ദാസേട്ടനോട് ഞങ്ങൾ റീൽസ് എടുക്കാൻ പോയത്. പക്ഷേ എൻ്റെ 2 റീൽസ് എടുത്ത് പുള്ളിക്കാരനായിട്ട് അവളുടെ 3-4 എണ്ണം എടുത്ത്. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം അജിനാണെങ്കിൽ ഫോളോവേഴ്സ് കുറവാണ്, എനിക്ക് ഇച്ചിരി ഫോളോവേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിപ്പം പറയുക, അല്ല നമ്മൾ ഫ്രണ്ട്സാണ്, ഞാൻ പറയുക ഇന്നൊരാളെ എനിക്ക് പരിചയമുണ്ട്, നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് 2 പേർക്കും റീച്ച് കിട്ടും, നമുക്ക് പോകാം, നമുക്ക് ചെയ്യാമെന്ന് പറയും. സ്വാഭാവികമായിട്ടും മൂന്നാമതൊരു വ്യക്തി ഒരു 5-6 ലക്ഷം വ്യൂസ് ഉള്ള ഒരാളാണെന്ന് വിചാരിക്കണം. നമ്മളെന്താ വിചാരിക്കുന്നത്, നമുക്ക് 2 പേർക്കും റീച്ച് കിട്ടും. ഞാനിപ്പോൾ ഇയാളെ വിശ്വസിച്ചാൽ ഇയാളെന്നെ വിശ്വസിച്ചാൽ നമ്മൾ പോകത്തില്ലേ. പ്രത്യേകിച്ച് അവളൊരു പെണ്ണാണ്. അങ്ങനെ പോയി ഞങ്ങൾ റീൽസ് എടുത്ത് നമുക്ക് റീച്ച് ആകൂടി, പുള്ളിക്കാരൻ നല്ല ഇതാണെന്ന് പറഞ്ഞു. അങ്ങനെ പോയി എടുത്ത്, അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ റീച്ചാകും, അവൾ റീച്ചാകും. അങ്ങനെ ഞങ്ങൾ പോയി റീൽസ് എടുത്തു. എൻ്റെ 2 എണ്ണം എടുത്തുള്ളൂ, അവളുമായിട്ട് 4 എണ്ണം എടുത്തു. അപ്പോൾ അവളുടെ ഇട്ട് കൊളാവിടാന്ന് പറഞ്ഞു. പുള്ളിയുടെ അക്കൗണ്ടും ക്യാമറാമാൻ്റെ എല്ലാവരുമായിട്ട് അക്കൗണ്ട് ഇട്ട് കൊളാവിടാന്ന് പറഞ്ഞു. കൊളാവിടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ വ്യൂസ് നമുക്ക് കയറുമല്ലോ, അങ്ങനെയുള്ള റീച്ച് ഉണ്ടാകുന്നത്. അങ്ങനെ ഒന്ന് കൊളാവിട്ട് ഒരു 1 വീക്ക് കഴിയുമ്പോൾ എൻ്റെ ഇടുമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരനായിട്ട് ഞാൻ ഒരെണ്ണം അടുത്ത ഇട്ട് കഴിഞ്ഞ് 3-മത്തത് അവളുടെ ഇടണമല്ലോ, അവളുടെ ഇട്ട് അടുത്ത് വരുമ്പോൾ ആരുടെ ഇടുന്നുണ്ട്, എൻ്റെ ഇടേണ്ടത് 1 വീക്ക് കഴിയുമ്പോൾ. അത് കഴിഞ്ഞ് എൻ്റെ ഇടാൻ പറഞ്ഞിട്ട് ആകെപ്പാടെ 2 എണ്ണം എടുത്തുള്ളൂ. എൻ്റെ ഇടാൻ പറഞ്ഞിട്ട് ഇവർ ഇടുന്നില്ല. എന്നുവെച്ചാൽ ഡയറക്റ്റ് തല്ല വഴക്കോ തെറിവിളിയോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ അവളോട് പറഞ്ഞടി ഇട്ടില്ലല്ലോ ഡി, അവളോട് എടി ഇടുമായിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ ശരി. ഞാൻ അന്നേരം ക്യാമറമാനെ വിളിച്ചു ചോദിച്ചു. അപ്പം ക്യാമറമാൻ അല്ല, ആദ്യം ദാസേട്ടനെ വിളിച്ചപ്പം പറഞ്ഞു, പുള്ളിക്കാരൻ പറഞ്ഞു അത് എന്താ ഇടാൻ, നമുക്ക് കുഴപ്പമില്ല, എൻ്റെ വേറെണ്ണം ഇടാനുണ്ട്, അത് ഇട്ട് കഴിഞ്ഞാണ് നമുക്ക് ഇടാം, ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. പുള്ളിക്കാരൻ അന്നേരം ഇട്ടില്ല. അന്നേരം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ക്യാമറമാനെ വിളിച്ചു ചോദിച്ചപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ദാസേട്ടൻ പറഞ്ഞില്ല ഇടാനെന്ന്. സ്വാഭാവികമായിട്ടും നോർമലി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റൂട്ട് വഴി ചിന്തിച്ച് നോക്കും, പുള്ളിക്കാരൻ പറഞ്ഞില്ല. അപ്പം എന്താ എൻ്റെ ഇടേണ്ട സ്ഥാനത്ത് ശ്രീലക്ഷ്മിയുടെ അടുത്ത പോസ്റ്റ് ചെയ്തവിടെ. അപ്പം ഞാൻ ചോദിച്ചു, ക്യാമറാമാൻ്റെ അടുത്ത് ചോദിച്ചു എൻ്റെ ഇടണ്ട, അന്നേരം ഇടണ്ട, പുള്ളിക്കാരൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീലക്ഷ്മിയുടെ അന്നേരം ഇട്ടതോന്ന് ഞാൻ ചോദിച്ചു. അപ്പം ഉടനെ ഈ ക്യാമറാമാൻ പറഞ്ഞു ശ്രീലക്ഷ്മി അത് ദാസേട്ടൻ പറഞ്ഞിട്ട് ഇട്ടാ. പിന്നെ എന്നിട്ട് ക്യാമറമാൻ അതിൻ്റെ ഇടയ്ക്ക് ഡയലോഗ് പറഞ്ഞു. എന്നിട്ട് ദാസേട്ടൻ്റെ കെയർ ഓഫിലാണ് ക്യാമറമാൻ എടുക്കാൻ ഞങ്ങൾ പോയത്. നമുക്കിവരെ അറിയത്തില്ല, എനിക്ക് ശ്രീലക്ഷ്മിൻ്റെ മാത്രമേ അറിയത്തുള്ളൂ, ബാക്കി കണക്ഷനൊക്കെ അങ്ങനെ പോയതാണ്. അവിടെ ചെന്നപ്പോൾ ഇയാൾ അന്നേരം പറഞ്ഞു ഞങ്ങൾ കാശൊന്നും മേടിച്ചിട്ടല്ലല്ലോ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചെയ്തതെന്ന്. അല്ല, ക്യാമറമാൻ പറഞ്ഞ് ക്യാഷ് വാങ്ങിയിട്ടല്ലല്ലോ നിങ്ങൾക്ക് ചെയ്ത്. അന്നേരം പിന്നെ ഇപ്പം നമ്മളൊരു പേയ്മെൻറ്റ് കൊടുത്താണെങ്കിൽ നമുക്ക് പറയാം ഇന്നപ്പം കിട്ടണമെന്ന്. അങ്ങനെ പറയാനുള്ള റൈറ്റ്സ് ഇല്ലയെന്ന് മനസ്സിലാക്കാനായിരിക്കും ക്യാഷ് തന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ക്യാഷ് തന്നിട്ടില്ല, അപ്പോൾ ശ്രീലക്ഷ്മിയുടെ എന്തുകൊണ്ട് ഇട്ടെന്നുള്ള ചോദ്യം എനിക്ക് ചോദിക്കാമല്ലോ. ഞാൻ ചോദിച്ചപ്പോഴാണ് ശ്രീലക്ഷ്മി കാശ് തന്നിട്ടില്ല, ഞാനും കാശ് കൊടുത്തില്ല, അവളും കൊടുത്തില്ല, അപ്പോൾ അവളുടെ ഇടാൻ പാടില്ലല്ലോ ന്യായം വെച്ചിട്ട്. അപ്പോൾ ഉടനെ ഇയാൾ പറഞ്ഞു അത് ദാസേട്ടൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ എൻ്റെ എന്തുകൊണ്ട് ഇട്ടില്ല, എൻ്റെ ഒരെണ്ണം ഇട്ട് പിന്നീട് ഇട്ടിട്ടില്ല. ശ്രീലക്ഷ്മിയുടെ 3 റീൽസ് ഇട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു പെണ്ണായിക്കോട്ടെ അല്ലെ ആണോ ആയിക്കോട്ടെ, ഇപ്പം തൻ്റെ കൂടെ ആണ് വന്ന് ഇങ്ങനെ പോയി തനിക്കൊരു അനുഭവം വന്നാൽ താൻ എന്താ ചിന്തിക്കുന്നത്? തനിക്ക് ഒരാൾക്ക് ഈക്വലായിട്ട് 2 പേരെ ഈക്വലായിട്ട് കൊടുക്കണ്ടേ? അയാളുടെ മാത്രമായിട്ട് തൻ്റെ ഇടുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ചവിട്ടി ഒഴിവാക്കിയെന്നല്ലേ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. ഞാനൊരു പെണ്ണാണ്, പുള്ളിക്കാരൊരു ആണാണ്. സ്വാഭാവികമായിട്ടും ക്യാമറാമാൻ പറഞ്ഞു ശ്രീലക്ഷ്മിയുടെ ദാസേട്ടൻ പറഞ്ഞിട്ടായിട്ട് എൻ്റെ ഇട്ടില്ലെന്ന്. അപ്പം ഞാൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ? അപ്പം ക്യാമറാമാൻ ഫോണിൽ കൂടെ ഒരു ചിരിച്ചിട്ട് പറഞ്ഞ് ദാസേട്ടനെ വർഷങ്ങളായിട്ട് ക്യാമറമാനാണ്, പുള്ളിക്കാരന് പ്രയോജനം ഉള്ളിടത്തെ പുള്ളിക്കാരൻ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്ന് പറയും. ഇപ്പം നോർമലി അരിയാഹാരം കഴിക്കുന്നവൻ കേൾക്കുമ്പോൾ എന്താ വിചാരിക്കുന്നത്? എൻ്റെ ഭാഗത്തുനിന്ന് അയാൾക്കൊന്നും കിട്ടാനില്ല, അല്ലെ എൻ്റെ ഭാഗത്തൊന്നും ബെനിഫിറ്റ് ഒന്നും അയാൾക്കുണ്ടാകില്ല. അപ്പം ഉണ്ടാകുന്നവർക്ക് അയാൾ ഇട്ട് കൊടുത്തു, എനിക്ക് ഇട്ട് തന്നില്ല. പിന്നെ പറയാനാണെങ്കിൽ വേറെ ഉണ്ട് പറയാൻ, തലേന്ന് പോയ കാര്യങ്ങളും അവിടെയുള്ള കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട്. പക്ഷെ ഞാനത് ഇവിടെ വിളമ്പുന്നില്ല, കാരണം വിളമ്പിയ കൂട്ടത്തിൽ ഞാനും നാറും.
നാറ്റക്കേസാകും. പിന്നെ ഞാനും കൂടെ നാറും. എന്തിനാ ഞാൻ എൻ്റെ പല്ലിൻ്റെ അകത്ത് ഞാൻ നാറ്റിക്കുന്നതിൻ്റെ ആവശ്യമില്ല. പിന്നെ തലേന്നുള്ള എന്താണെന്ന് വെച്ചാൽ അവർക്കും ആരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് അവർക്കൊക്കെ അറിയാൻ പറ്റും എന്തായിരിക്കുമെന്ന്. അതിപ്പം ഞാൻ ആ ഇൻ്റർവ്യൂവിനും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അത് ചോദിച്ച് പലരും അന്ന് ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് കുറേ മീഡിയാസ് എന്നെ വിളിച്ചായിരുന്നു. പക്ഷെ എനിക്കത് എല്ലാവരും പറയുന്നത് പറയുന്നു. അപ്പം മീഡിയക്കാരാണെങ്കിലും നിങ്ങളെ കുറ്റം പറയുമല്ല, നിങ്ങൾ ചിലപ്പം കണ്ടന്റിനായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. പക്ഷെ ഈ കേൾക്കുന്ന നമ്മൾ പറയുന്നു, ഈ ജനങ്ങളാണ് ഇത് വിലയിരുത്തുന്നതും നമ്മളെ അതിൽ നിന്ന് അഭിപ്രായങ്ങൾ പറയുന്നത്. ജനങ്ങൾ അതിൽ പല ഇതും പറയും. ചിലപ്പം പറയും നീ എന്തിനാ അവിടെ ചെന്ന് കൊടുത്തിട്ടല്ലേ, നിനക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ ചെന്ന് കൊടുത്തിട്ടല്ലേ എന്ന് ചോദിക്കും. ഇനി ഞാൻ ചിലപ്പോൾ ഇനിയും നമ്മളിനി ഇങ്ങനെ പോയതാണെന്ന് കഥകൾ കേട്ട് വരുമ്പം അവളുടെ കെയറോഫിലാണല്ലോ പോയത്, അപ്പം അവൾ കൊണ്ട് പെടുത്തിയതാന്ന് വേണമെങ്കിൽ പറയും. അല്ലെങ്കിൽ ഇതിനൊക്കെ ഒഴിവാകാൻ മേലായിരുന്നോ? ഞാനതിന് ഒഴിവായി. എനിക്കതുകൊണ്ട് ആ റീൽസ് അങ്ങനെ ഒരു ഇതും അയാളോട് ഞാൻ ചെയ്തു. ഇനി വേണ്ട എന്നുള്ള രീതി ഞാൻ അയാളുടെ അടുക്കാൻ വിളിച്ച് പറഞ്ഞ് ക്യാമറാമാനോട് പറഞ്ഞു ഇനി എനിക്ക് മേലെ വേണ്ടെന്ന് പറഞ്ഞു. ആ എടുത്ത റീൽസ് എൻ്റെ പെർമിഷൻ ഇല്ലാതെ പോസ്റ്റ് ചെയ്യുകയോ കൊളാബ് ചെയ്യുകയോ എഡിറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട, എടുത്ത് കളഞ്ഞേക്കാൻ പറഞ്ഞു. ആ വന്ന് ചെയ്തത് ഒരെണ്ണം നിങ്ങളിട്ട്, അതിട്ടത് പോട്ടെ, അല്ലാതെ ഇനി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അതോടുകൂടി ഞാൻ ശ്രീലക്ഷ്മിയായിട്ടുള്ള ഒരു ഇത് നിർത്തി. കാരണം വേറൊന്നുമല്ല, ശ്രീലക്ഷ്മി എന്നെ കൊണ്ട് ചീറ്റ് ചെയ്ത് ചതിച്ചതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിൽ ഞാൻ അവളെ ഫ്രണ്ടായിട്ടാണ് കണ്ടത്. എന്നെക്കാളും 1.5 വയസ്സിന് ഇളയതാണ്. ഒരു അനിയത്തിനെ പോലെയാണ്. എൻ്റെ വീട്ടിൽ വന്ന് നിന്ന് അവളുടെ ഫാമിലിയും ഡീറ്റെയിൽസും എൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. എൻ്റെ വീട്ടുകാർ അവളോട് എൻ്റെ വീട്ടിൽ വരെ നിന്നോളാൻ പറഞ്ഞു. അവളുടെ സിറ്റുവേഷൻ ബാക്ക്ഗ്രൗണ്ടും കേട്ടപ്പോൾ ഞാൻ വരെ പറഞ്ഞു. ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പം നമ്മളെന്തുകൊണ്ട് അങ്ങനെ ആത്മാർത്ഥത കാണിച്ചത്? നമ്മളോട് അങ്ങനെ നിന്നോണ്ടായിരിക്കുമല്ലോ. അങ്ങനെ നിന്ന് ഒരുത്തി എന്നെ അവിടെ കൊണ്ടുപോയിട്ട് എൻ്റെ വണ്ടിക്കൂലി മുടക്കി ഞാൻ അവിടെ പോയി എൻ്റെ സമയം എനിക്കത് അവിടെ പോയിട്ട് എൻ്റെ ആണെങ്കിൽ എടുത്തിട്ട് ഇട്ടില്ല. ഇടാതെ വരും സ്വാഭാവികമായിട്ട് നല്ലൊരു ഫ്രണ്ടാണ് എന്താ ചെയ്യുന്നത്? അവൾക്കൊന്ന് ചോദിക്കാനുള്ള റൈറ്റ്സ് ഇല്ലേ? എന്തുകൊണ്ട് അവളുടെ കൊടുത്തില്ല? അത്രയും സംഭവം നടന്ന് 1.5 മാസമായിട്ട് പോലും ഇവള് ഒന്ന് ചോദിച്ചില്ല. ഈ ദാസേട്ടനോടോ അല്ലെങ്കിൽ ക്യാമറമാനോടോ ചോദിച്ചില്ല, എന്താ ദാസേട്ടാ ഞാൻ അവളെ വിളിച്ചോണ്ട് വന്നിട്ട് അവളുടെ റീൽസ് കൊടുക്കാത്തത്? അതൊരു നല്ലൊരു ഫ്രണ്ട്സ് ചെയ്യുന്ന കാര്യമാണ് അല്ല. അപ്പൊ എൻ്റെ ഭാഗത്ത് നിന്ന് അവൾ അങ്ങനെ എനിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പൊ അവളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ പിന്നെ അങ്ങനെ അവൾക്ക് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഞാൻ അയാളുടെ കൂടെ പോലും ഞാനൊരു ഇതിന് പോകത്തില്ല. പിന്നീടും അവള് പോയി രേണുസുതിയായിട്ട് ദാസേട്ടൻ റീൽസും അത് ഇതൊക്കെ ചെയ്ത് വൈറലായി കഴിഞ്ഞിട്ട് ഓരോ ഇന്റർവ്യൂവിന് ഇതിനൊക്കെ പോയ സമയത്ത് രേണുസുതി കഴിഞ്ഞിട്ട് ശ്രീലക്ഷ്മി കൂടെ ഉണ്ടായിരുന്നു. രേണുസുതി പോയ സമയത്ത് ശ്രീലക്ഷ്മി പുള്ളിക്കാനായിട്ട് ചെയ്തു. ഇവള് എന്നോട് എന്തെങ്കിലും ഒരു സ്നേഹം എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവൾക്കൊന്ന് ജസ്റ്റ് ചോദിക്കായിരുന്നല്ലോ എന്തുകൊണ്ട് അവളുടെ കൊടുത്തില്ല. അവള് ചോദിച്ചില്ല. 1.5-2 മാസം കഴിഞ്ഞ് അങ്ങോട്ട് പിന്നെ ഞാൻ ഇവളെ വിളിക്കാറില്ലായിരുന്നു. വിളിയും പറച്ചിലൊക്കെ പയ്യെ പറഞ്ഞപ്പോൾ ഇവക്ക് തന്നെ തോന്നി. ഇവള് തന്നെ എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, എന്താടിയും എന്താ നീ എന്നെ ഇപ്പം വിളിക്കാത്തത്? ഞാനുമായിട്ടുള്ള കൂട്ട് നിനക്ക് ഇഷ്ടമല്ലേ? ഞാൻ ചോദിച്ചു നീ എന്താ വിളിക്കാത്തതെന്ന്. അങ്ങനെ ഇവള് പറഞ്ഞു, നിനക്ക് ഞാനുമായിട്ടുള്ള കൂട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടുന്നത് നിനക്ക് എനിക്ക് ഇഷ്ടമല്ല, അത് അവൾക്ക് ഫീൽ ചെയ്തെന്ന്. അങ്ങനെ ഫീൽ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും കാരണം? ഞാനൊരു തെറ്റ് ചെയ്തെങ്കിലല്ലേ എനിക്കിപ്പം ഇയാളുടെ അടുത്ത് ഒരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു പശ്ചാത്താപം ഉണ്ടാവും. ഞാൻ അവനോട് അങ്ങനെ ചെയ്തല്ലോ, ചിലപ്പോൾ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെ അവൾക്ക് എന്തുകൊണ്ട് ഫീൽ ചെയ്തു? ഞാൻ അപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നീ ഇങ്ങനെയൊക്കെ ആയിട്ട് അപ്പം ഈ 1.5 മാസം കഴിഞ്ഞ് ഇത് പറഞ്ഞ സമയത്ത് ആ സ്പോട്ടിൽ ഇവള് കോള് ഹോൾഡ് ചെയ്തിട്ട് ദാസേട്ടനെ വിളിച്ച്, ദാസേട്ടൻ അവളുടെ റീൽസ് ഇട്ട് കൊടുക്കാൻ അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പം ഞാൻ എന്നിട്ട് ഇവിടെ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചത് ദാസേട്ടനെ വിളിച്ച ടൈമിങ് കോള് ചെയ്തതിൻ്റെ. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ആ റീൽസ്. എൻ്റെ ആവശ്യമില്ല. അപ്പം ശ്രീലക്ഷ്മി എൻ്റെ വീട്ടിൽ വന്നപ്പം അവർക്ക് ഏതാണ്ട് 12,000 ഫോളോവേഴ്സേ ഉള്ളൂ. എനിക്ക് 10,000-15,000-ത്തിനടുത്ത് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു എനിക്ക്. എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഡ്രസ്സുകൾ, എൻ്റെ സാരി, എൻ്റെ അമ്മയുടെ സാരി, എൻ്റെ ബ്ലൗസ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ബ്ലൗസ് വണ്ണം കുറച്ച് ഷേപ്പ് ചെയ്ത് ഇവക്ക് കൊടുത്ത് ഞങ്ങൾ 2 പേരും കൂടെ എൻ്റെ വീട്ടിൽ നിന്ന് റീൽസ് ചെയ്ത് കൊളാബ് ചെയ്തു. ഞങ്ങൾ 2 കൂടെ ഒന്നിച്ച് ഡ്യുവറ്റ് ചെയ്തിട്ട് കൊളാബ് ചെയ്തിട്ടാണ് എൻ്റെ ഫോളോവേഴ്സാണ് ആ ടൈമിൽ പകുതി ഇവക്ക് കയറിയത്. മനസ്സിലായോ? അങ്ങനെയാണ് ഇവൾക്ക് 10-12K ഒക്കെ ആയപ്പോഴാണ് ദാസേട്ടനും രേണുവിൻ്റെ കൂടെ ഒക്കെ ഇവള് പോകാൻ തുടങ്ങി. അതിന് മുമ്പ് എൻ്റെ ഫോളോവേഴ്സാണ്. എൻ്റെ നാട്ടിലുള്ള എല്ലാവർക്കും ശ്രീലക്ഷ്മിനെ അറിയാം. ശ്രീലക്ഷ്മി പോയി പെരേരനെ ഡ്യൂപ്ലിക്കേറ്റ് കല്യാണം കഴിച്ചപ്പോഴും എൻ്റെ നാട്ടുകാർ എന്നെ വിളിച്ചു ചോദിച്ചു, നിന്റെ ഫ്രണ്ടാണോ പെരേരനെ കിട്ടിയോ? സത്യമാണോ? ആ നാട്ടുകാരറിയണമെങ്കിൽ ഇവളവിടെ വന്ന് നിന്നിട്ടില്ല അറിഞ്ഞത് അല്ലേ? ഇവളിതൊന്നും എങ്ങും വന്ന് നിഷേധിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്നെ വിളിക്കാറില്ല, എന്നോടൊന്നും മിണ്ടാറില്ല, പറയാറില്ല, കോണ്ടാക്ട് ഇല്ല. പിന്നെ ഈ പറഞ്ഞ കണക്ക് അന്നൊരു മീഡിയയിൽ ഇന്റർവ്യൂ കിട്ടാറുണ്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട്. പിന്നെ എൻ്റെ നാട്ടിലുള്ളവർ 1.5 മാസം വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ അല്ലോ. 1-2 ദിവസം വന്ന് നിൽക്കുന്ന കണക്കല്ലല്ലോ 1.5 മാസം. ഒരാഴ്ച വന്ന് നിൽക്കും, 2 ദിവസം കൊച്ചി പോവും, വീണ്ടും ഒരാഴ്ച വന്ന് നിൽക്കും. അങ്ങനെ 1.5 മാസം എൻ്റെ വീട്ടിൽ അവൾ വന്നു നിൽക്കും. അപ്പം അവളെ നാട്ടുകാർക്ക് അറിയാതിരിക്കത്തില്ലല്ലോ. അപ്പം
അപ്പം എന്നോട് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, ഇപ്പോഴുള്ള മുട്ടയടിച്ച് മുടി കളഞ്ഞതിന് അതിനും ആൾക്കാരെന്നോട് ചോദിക്കും എന്താ ശ്രീലക്ഷ്മി മുട്ടയടിച്ച്. ഞാൻ പറഞ്ഞാൽ എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഇപ്പം കൂട്ടൊന്നും ഇല്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എന്നെ വിളിക്കാറില്ല. അപ്പം എനിക്കിപ്പം അവൾക്കിപ്പം എന്നെ കൊണ്ട് ആവശ്യമൊന്നുമില്ല, എനിക്കും പ്രത്യേകിച്ച് അവളെ കൊണ്ട് ആവശ്യമൊന്നുമില്ല. നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്തല്ല കഴിയുന്നത്, നമ്മൾ ജോലി ചെയ്തിട്ടാണ് നമ്മൾ കഴിയുന്നത്. അപ്പം പിന്നെ നമുക്ക് അവളുടെ കാര്യം തിരക്കേണ്ട കാര്യമില്ല. പിന്നെ വന്ന് നിന്ന സമയത്ത് ഞാൻ എന്നെ കൊണ്ട് ചെയ്യാന്നൊക്കെ ഞാൻ അവൾക്ക് ചെയ്തിട്ടുണ്ട്. അത് അവൾക്കും അറിയാം, എനിക്കും അറിയാം. അതിപ്പം നമ്മൾ പിന്നെ ചെയ്ത കാര്യം ഇവിടെ ഒന്ന് ബലപ്പെട്ട കാര്യമില്ലല്ലോ. പിന്നെ അതേപോലെ ഈ ഒരു വീഡിയോയിൽ അവർ അഥവാ നിങ്ങൾ ഇപ്പോൾ ചേച്ചിനെ വിളിക്കുവാണെങ്കിൽ ചേച്ചി പോകും ചേച്ചിനെ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് ആര് വിളിച്ചാൽ ദാസേട്ടൻ ഇല്ല, പോകത്തില്ല. അപ്പോൾ പിന്നെ ഈ വ്യൂവേഴ്സ് ഞാൻ സ്വന്തമായിട്ട് എക്സ്പോസ് ചെയ്തിട്ടാണെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് റീൽസ് ചെയ്തിട്ടാണ് എനിക്ക് ഈ 10-25K ഉള്ള സമയത്താണ് ദാസേട്ടൻ്റെ അടുക്ക റീൽസിന് പോയി. അത്രയും K ഉണ്ടാക്കി ഞാൻ സ്വന്തമായിട്ടാണ്. അത് ഞാൻ ഈ പറഞ്ഞ കണക്ക് മീഡിയാസിൻ്റെ അടുക്കയോ കൊളാബ് ചെയ്യാനോ അല്ലെ പുറത്ത് പോയോ ഒന്നും അല്ല ചെയ്യുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്ന് എൻ്റെ റൂമിലിരുന്ന് ഒരു റിംഗ് ലൈറ്റും ഫോണും കൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുത്ത റീച്ചാണ് അത്. ഈ പറഞ്ഞ കണക്ക് ആരും എനിക്ക് ഉണ്ടാക്കി തന്നല്ല. അപ്പം എനിക്കിപ്പം അവരോട് പോകേണ്ട ആവശ്യമില്ല. പിന്നെ വേറെ പോയിട്ടുണ്ട്, ഇല്ലയെന്നല്ല, ഐറ മീഡിയ സ്പടികം അങ്ങനെയൊക്കെ ചെയ്യാൻ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള എനിക്ക് അങ്ങനെ വേണ്ടപ്പെട്ടവർ നല്ലവരായിട്ടുള്ള ആളുകൾ വിളിച്ചു കഴിഞ്ഞാൽ പോകും. പക്ഷേ ഇനിയിപ്പം ശ്രീലക്ഷ്മിയായിട്ട് ദാസേട്ടനായിട്ട് ഞാൻ പോകത്തില്ല. അത് ഞാൻ അന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത് ഇപ്പോഴും എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. വാട്സപ്പ് ചെയ്ത് ദാസേട്ടൻ അയച്ച വോയിസ് ഇതോടുകൂടി മതിയായി, ഇനി ഒരിക്കലും നിങ്ങളോട് ഞാൻ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതോടുകൂടി സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഫോട്ടോസ് ഇട്ടായിരുന്നല്ലോ ക്രിസ്മസ് ഷൂട്ട് മുകേഷ് ആ ചേട്ടനായിട്ട് ഫോട്ടോഷൂട്ട് നടത്തി. അപ്പോൾ ഇനിയും ആ ചേട്ടനായിട്ട് ഫോട്ടോഷൂട്ട് ഉണ്ട്. ഞങ്ങളൊരു റീക്രിയേഷൻ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ചിലപ്പം നെക്സ്റ്റ് മന്ത് തന്നെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തില്ല, അപ്പം ജനങ്ങളിൽ നിന്നുണ്ടായിരുന്ന ഒരു അഭിപ്രായം എന്തായിരുന്നു? അതിൻ്റെ അകത്ത് ബാഡായിട്ട് ഒന്നും എൻ്റെ ഇൻസ്റ്റയ്ക്കകത്തൊന്നും വന്നിട്ടില്ല. പിന്നെ ഫേസ്ബുക്കിൻ്റെ അകത്തൊക്കെ അങ്ങനെ മീഡിയാസ് ഇട്ടിട്ടുണ്ട്, കൊളാബ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ കയറി നോക്കാറില്ല. ബാഡായിട്ട് കമൻറ്റുകൾ പലരും പറയും. അതിപ്പം എൻ്റെ ദേഹത്ത് പറ്റുന്നില്ലല്ലോ. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഞാൻ എന്താണ്, ഞാൻ എങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കാം ഫസ്റ്റ് ഓഫ് ഓൾ, അല്ലേ? നമ്മൾ ദൈവത്തിന് നിരക്കാത്തതായിട്ടൊന്നും ചെയ്യാൻ പോകരുത്. പിന്നെയുള്ള അടുത്ത ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി, വീട്ടിലുള്ളവരെ മാത്രം ബോധിപ്പിച്ചാൽ ഫാമിലി സപ്പോർട്ടാണ്. എൻ്റെ അമ്മയുടെ കൂടെ, എൻ്റെ അമ്മ ഇവിടെ വന്നിട്ടുണ്ട്, അമ്മയും കൊച്ചും വന്നിട്ടുണ്ട് ഇവിടെ. ഇപ്പം ഇത് ഞാൻ പിന്നെ ഷൂട്ടിനൊക്കെ പോകുമ്പോഴും ഞാൻ എൻ്റെ അമ്മയായിട്ടാണ് പോകാറ്, ഒറ്റയ്ക്ക് ഞാൻ പോകാറില്ല അങ്ങനെ. പിന്നെ പകലൊക്കെ ഉള്ള ഷൂട്ടിന് പോകാറുണ്ട്, പോയിട്ട് ഈവനിങ് ആകുമ്പോൾ വരും. അല്ലാതെ ഇപ്പം മൺഡേ ഷൂട്ടൊക്കെ ആണെങ്കിൽ അമ്മയായിട്ടാണ് പോകാറ്. എല്ലാവരും സപ്പോർട്ടാണല്ലേ? മകന്റെ സ്കൂളിൽ ചെല്ലുമ്പോഴൊക്കെ അമ്മ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? പിള്ളേരെ കാണാറുണ്ട്. എന്നുവെച്ചാൽ ഇപ്പം ഇനി പിള്ളേർ കാണാറുണ്ടെന്ന് പറയുമ്പം ഇനിയിപ്പോൾ അടുത്ത കമൻറ്റ് ഇപ്പം കേട്ടോണം ഇതിൻ്റെ അകത്ത് വരുമ്പം ആളുകൾ പറയും നീ തുണി ഉരി കാണിക്കുന്നതാണ് പിള്ളേർ കാണുന്നതെന്ന് ചോദിക്കും. ഇപ്പം ഞാൻ തുണി ഉരി ഒന്നുമില്ലാതെ കാണിക്കുന്നൊന്നുമില്ല. പിന്നെ ഞാൻ ഇല്ലയെന്നല്ല, നേവലും ക്ലീവേജും അത്യാവശ്യം ചിലപ്പോൾ കാണിക്കാറുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. ഇത് ഞാൻ ഒഴിവാക്കിയാലും മറ്റുള്ളവർ ഇത് തന്നെയല്ലേ ഇടുന്നത്. ഇതിലും അപ്പുറമായിട്ട് ഇടുന്നവരുണ്ട്, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന മോൻ്റെ ടീച്ചേഴ്സൊക്കെ കാണാറുണ്ട്, നല്ലതെന്ന് പറയുന്നുണ്ട്, ചെയ്യാൻ പറയുന്നുണ്ട്, അവരൊക്കെ സപ്പോർട്ട് ചെയ്യണം. അതാണ് നമ്മളെ അറിയാവുന്നവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യും. എന്നെപ്പറ്റി ഒന്നും അറിയാൻ മേലാത്ത, ഒരു കാര്യം അറിയാൻ മേലാത്തവരാണ് വന്ന് കമൻറ്റ് പറയുന്നത് അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്. ഇവർക്ക് എന്നെപ്പറ്റി അറിയാം എന്താണെന്ന്. അങ്ങനെ ഉണ്ട്. സൈബർ അറ്റാക്ക് ഒക്കെ വരുന്നുണ്ട്. എൻ്റെ റീൽസ് തന്നെ കണ്ടന്റാക്കി ചെയ്യുന്ന ഓരോ യുവതികളൊക്കെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. ഇടയ്ക്ക് ഞാൻ അതിന് റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ വീഡിയോ ആയിട്ട് ഇട്ടില്ല, കമൻറ്റ് ഞാൻ കൊടുത്തു. കമൻറ്റ് കൊടുത്തപ്പോൾ അവൾക്ക് അവൾ അതെടുത്ത് റിയാക്ഷൻ വീഡിയോ ഇട്ടു. ഇനി ഞാൻ ഇപ്പം ഇടുന്നില്ല എന്ന് വെച്ചു. അങ്ങനെ ഇപ്പം എന്നിലൂടെ റീച്ച് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം റീച്ച് നിൽക്കുന്നത് ഈ പറഞ്ഞ ശ്രീലക്ഷ്മി, പമ്പ, പെരേര, അലിഞ്ചോസ് പെരേര, ഞാൻ, രേണുസുതി, ജാസി, ഇവരൊക്കെ വീഡിയോസ് ഇടുന്നൊരു സ്ത്രീയാണ്, ഒരു ലേഡിയാണ്, ഗൾഫിലുള്ള ഒരു പുള്ളിക്കാരിയാണ്. അവർക്ക് കണ്ടന്റ് പോലും ഇല്ല. ഈ ഇപ്പം ഞാൻ തുണി അഴിച്ച് കാണിക്കുന്നെങ്കിൽ ആ തുണി അഴിച്ചതെടുത്താണ് അവളിട്ട് കാണിക്കുന്നത്. അപ്പം അവളാരാ? അതായത് ഇപ്പോൾ ഒരാൾ കൊലപാതകം ചെയ്യുന്നതിനേക്കാളും തെറ്റാണ് അതിന് കൂടെ നിന്ന്, അല്ലേ, കൂട്ടുപ്രതി എന്ന് പറയുന്നത്, അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾ. കൊലപാതകം ചെയ്ത വ്യക്തിക്ക് ചിലപ്പോൾ റീസൺ കാണും. എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, സാഹചര്യം, അല്ലെങ്കിൽ എന്താ സിറ്റുവേഷൻ എന്നറിയത്തില്ല. ഒരു കൊല ചെയ്യണമെങ്കിൽ അതിനൊരു സാഹചര്യം അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കാണുമല്ലോ, അതിൻ്റെ പുറത്താണ് അയാൾ ചെയ്യുന്നത്. പക്ഷെ അയാളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഏറ്റവും വലിയ കുറ്റവാളികൾ, അല്ലേ? എന്ന് പറഞ്ഞാൽ ഞാൻ തുണി ഊരി കാണിക്കുന്നതല്ല, ഞാൻ മോശമായിട്ട് കാണിക്കുന്ന റീൽസ് എടുത്ത് ചെയ്യുന്ന ഇവളാരാന്നേരം അവളുടെ പേര് ഞാനിവിടെ മെൻഷൻ ചെയ്തില്ല. അങ്ങനെ ഇപ്പോൾ അവളിക്ക് റീച്ച് ഉണ്ടാക്കണ്ട. വൈറൽ വീഡിയോ സ്ഫടികത്തിന്റെ ഒരു വീഡിയോ റീക്രിയേറ്റ് ചെയ്തില്ലായിരുന്നു, അതിനെപ്പറ്റി ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ ആദ്യമായിട്ട് ചെയ്ത റീക്രിയേഷനാണ് അത്. ഐറ മീഡിയയിലെ നജീമിക്കാണ് എന്നെ ആദ്യമായിട്ട് ഫസ്റ്റ് കോൺടാക്ട് ചെയ്തത്. അതിന് മുമ്പ് വരെ ഞാൻ എൻ്റെതായ രീതിയിൽ ചെറിയ റീൽസ് ഇട്ട് അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്.
സ്ഫടികം ചെയ്തതിലൂടെയാണ് ഞാൻ ഒന്നുകൂടെ വൈറലായി കുറേ ആളുകളിലോട്ട് എത്തപ്പെട്ടത് അതിലൂടെയാണ് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ മാത്രമേ റീൽസ് ഉള്ളായിരുന്നു അകത്തിലുള്ള എൻ്റെ ഫോളോവേഴ്സ് മാത്രമല്ലേ കാണുന്നുള്ളൂ സ്ഫടികം ചെയ്തപ്പോൾ കുറേ മീഡിയസൊക്കെ വന്ന് അതിൻ്റെ ലൊക്കേഷൻ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇട്ട് എത്ര 10-18 മില്യൺ അത്രയൊക്കെ അടിച്ച വീഡിയോസ് ഉണ്ട് 2-3 എണ്ണമൊക്കെ പിന്നെ അതിട്ടാണ് ഫേസ്ബുക്ക് അങ്ങനെയൊക്കെ അറിയപ്പെട്ടത് അതാണ് പിന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേ സിൽക്കിൻ്റെ ഒരു ബോഡി ഫിഗർ വെച്ചിട്ടാണ് എന്നെ ചൂസ് ചെയ്തത് അതിൻ്റെ അത് സിൽക്ക് ഇട്ടേക്കുന്ന കോസ്റ്റ്യൂമാണ് ഞാൻ ഇട്ടത് അതിനും ആളുകൾ വന്ന് തെറിയും അച്ഛൻ അവരതൊക്കെ പറയുന്നുണ്ട് നമ്മളെ പക്ഷെ അത് തന്നെയാണ് നമ്മൾ ചെയ്തത് പിന്നെ അത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് ഇപ്പോഴും കാണുന്ന ഒരു സ്ഫടികത്തിൽ 7 മല പൂഞ്ചൽ ചെയ്ത ആളല്ലേ എന്നാണ് വന്ന് ചോദിക്കുന്നത് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇനിയും അടുത്ത നമ്മളങ്ങനെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ അടുത്തടുത്ത വീഡിയോസ് കാണും ഇനി ഏത് ആർട്ടിസ്റ്റിലൂടെ ചെയ്യാനാണ് വീഡിയോസ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് ഞാനിപ്പോൾ ഓൾറെഡി സുധീഷുമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ സുധീഷുമായിട്ടുള്ള റീക്രിയേഷൻസ് ആയിരിക്കും ഇനി അങ്ങോട്ട് വരാനിരിക്കുന്നത് പുള്ളിക്കാരായിട്ട് ചെയ്യാൻ എനിക്ക് നല്ല കംഫർട്ടബിളാണ് പക്ഷെ ആളും കുഴപ്പമില്ല ആള് സുധീഷ് ഒരു ആണാണ് ഞാനൊരു പെണ്ണാണ് എങ്കിൽ പോലും സുധീഷിൻ്റെ കൂടെ നമുക്ക് പാതിരാത്രി വേണേലും 2 മണിക്ക് വേണേലും എവിടെ വേണേലും യാത്ര ചെയ്യാം അത്രയ്ക്ക് കംഫർട്ടാണ് എന്ന് വെച്ചാൽ ആളത്രയ്ക്ക് നമുക്ക് കുഴപ്പമില്ല നല്ലൊരു ക്യാരക്ടറാണ് ചില സ്ത്രീകളുടെ കൂടെ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഇപ്പം തന്നെ ശ്രീലക്ഷ്മിയോടെ പോയിട്ടാണ് എനിക്ക് നല്ലൊരു വഴിക്കൊരു പണി കിട്ടിയത് പെണ്ണായ അവളുടെ കൂടെ പോയിട്ട് അതാണ് അവസ്ഥ പക്ഷെ ആണായ ഇവൻ്റെ കൂടെ പോയാൽ എനിക്ക് അത്രയ്ക്ക് പ്രശ്നമില്ല അതിനേക്കാളും നല്ല കംഫർട്ടബിളാണ് സുധീഷുമായിട്ടുള്ള റീക്രിയേഷൻസ് ഒക്കെ ഇനി വരും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനായി അപ്പോൾ ഡിഫറെൻറ്റ് മീഡിയ പറ്റി എന്താണ് ജസ്റ്റ് പറയാനുള്ളത് ഞാൻ കാണാറുണ്ട് നിങ്ങളുടെ ചാനലിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാ മീഡിയസിനോടും പറയാനുള്ളത് എന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ജനങ്ങൾ നമ്മളെ പാട് പറയും അതിൽ കാര്യമില്ലല്ലോ മീഡിയക്കാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇനി വർക്കുകളൊക്കെ വരുമ്പം കോൺടാക്ട് ചെയ്യാം വിളിക്കും വരണം അപ്പോൾ ഡിഫറെൻറ്റ് മീഡിയയുടെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ